2018 ഓൾട്ടോ 800 LXi ആണ്. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2008 ഇന്നോവ G4 2028 വരെ പേപ്പറുണ്ട്. 2011 LX ആണ്. 11 12 ഓൾട്ടോ LXi AC പോർച്ച്. ഇന്നോവ G4 2030 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന 2031 വരെ പേപ്പറുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ കല്ലമ്പലം യൂസ് കാർസ് ചെയ്തിട്ടുണ്ട്. പുത്തൻ സ്റ്റോക്ക് ഒന്ന് ഇഷ്ടംമാര് ബഡ്ജറ്റുകാരുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇന്നോവ ആണെങ്കിൽ ഇന്നോവ ഉണ്ട്, ഓൾട്ടോ ആണെങ്കിൽ ഇഷ്ടംമാര്. ഒരു സൈഡ് ഫുൾ ഓൾട്ടോ ഉണ്ട്, ഓൾട്ടോ 800, അതേപോലെ സ്വിഫ്റ്റ്, എല്ലാത്തിൻ്റെ കളക്ഷൻ ഉണ്ടല്ലേ. എല്ലാതരം വണ്ടികളുടെ കളക്ഷൻസ് അതിലുണ്ട്. നമ്മുടെ അടുത്ത് ഷെറാട്ടൻ ബ്രോ ഉണ്ട്. വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ വർഷമാണ്, നമ്മുടെ പുതിയ വർഷം നമ്മൾ പുതിയ വീഡിയോ അല്ലേ, ഫസ്റ്റ് വീഡിയോ. ബ്രോ നമ്മുടെ എങ്ങനെ ലോണ് മാറിയില്ലേ പുതിയതായപ്പോൾ? ഏത് വർഷം മുതൽ? 2013 മുതൽ ഇപ്പോൾ ലോൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങിലാണ്. ബ്രോ കറക്റ്റ് എന്ന് പറയാമോ ലൊക്കേഷൻ? ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിൽ LMS ജംഗ്ഷനിലാണ്. ട്രിവാൻഡ്രം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പും, കൊല്ലം സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ആലങ്കോട് കഴിഞ്ഞ് പൂമ്പാറ പാലം കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത സ്റ്റോപ്പുമാണ്. അപ്പോൾ എന്തായാലും അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ഓൾട്ടോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടോ എങ്ങനെ? 2006 ഓൾട്ടോ LXi ആണ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന 2031 വരെ പേപ്പറുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ 5 വർഷത്തെ പേപ്പറുണ്ട് കേട്ടോ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ബ്രോ? ഇല്ല, വണ്ടി കുഴപ്പമൊന്നും. ഏതാ? LXi ആണോ? LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. ജസ്റ്റ് ടച്ചപ്പ് ചെയ്താൽ മതിയാവും. സീറ്റ് ഫാബ്രിക്കാണ്, കുഴപ്പമില്ല. വണ്ടിയുടെ പഴക്കത്തിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയ പൈസ എടുക്കാൻ പറ്റുന്ന വണ്ടിയില്ലേ? അതെ അതെ. അപ്പോൾ ഇതെങ്ങനെ? മാരുതി 800 പൈസ നമുക്കൊരു 72 രൂപയ്ക്ക് പേര് മാറി കൊടുക്കാം. അതായത് 5 വർഷം ടെസ്റ്റ് ചെയ്ത് പേപ്പറുമാക്കി പേര് മാറി കൊടുക്കാം. പേര് LXi വണ്ടി, LXi വണ്ടി. ഓക്കെ. ഷെറാട്ടൻ ബ്രോ നെക്സ്റ്റ് കിഡ്. ഇത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2017 മോഡൽ. 17 വണ്ടി അല്ലേ? 1 ലിറ്റർ ആണ്. ഓക്കെ. 17 1 ലിറ്റർ RXT ആണ്. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? ഇത് തേർഡ് ഓണർ, 80,000 കിലോമീറ്റർ. സർവീസ് കമ്പനിയാണോ പുറത്താണോ? കമ്പനി സർവീസ് തന്നെയാണ് അല്ലേ? ബോഡി ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അതിനകത്ത് ഇൻബിൽറ്റ് അവരുടെ സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഡോർ പവറിൻ്റെ സ്റ്റീരിയോ എല്ലാം വെച്ചിട്ടുണ്ട്. ടയർ ആവറേജ് ടയർ ഉണ്ട്. വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത വണ്ടി പുട്ടപ്പനാവും. പൊടിയടി കിടക്കുന്നേ ഉള്ളൂ. ഇന്നലെ വന്നതേ ഉള്ളൂ. പുതിയ വണ്ടി അല്ലേ? ഓക്കെ. അപ്പോൾ 1 ലിറ്റർ കിഡ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 2.5 രൂപയ്ക്ക് കൊടുക്കാം. 2.5 രൂപയ്ക്ക് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കിട്ടും അല്ലേ? നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ്? 2007 LXi ആണ്. 2007 LXi. അതെ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. ഓക്കെ. 2007. അപ്പം 27 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് 2 വർഷം തരം പേപ്പർ ഉണ്ട് അല്ലേ? LXi വണ്ടി. വണ്ടി നീറ്റ് ആണല്ലോ, വേറെ നല്ല വണ്ടി, പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി നല്ല വണ്ടി. ഇതിന്റെ കിലോമീറ്റർ എത്ര ഉണ്ടോ ബ്രോ? ഇതൊരു 78,000 കിലോമീറ്റർ. എത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? ഓണർഷിപ്പ് എത്ര ആയി കാണും? തേർഡ് ഓണർ. ടയറൊക്കെ നല്ല ഒരു 70% ടയറൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. നമുക്ക് 80 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 80 രൂപ. 2007 27 ലാസ്റ്റ് വരെ LXi വണ്ടി. ഓൾട്ടോ 800 2018 ഓൾട്ടോ 800 LXi ആണ്. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു കിടപ്പുണ്ട്. കല്ലടിച്ചിട്ട് ഗ്ലാസ് ആണ് കിടക്കുന്നത്. അത് നമുക്ക് കസ്റ്റമറിന് കാണാം കേട്ടോ, കല്ലടിച്ചതിന്റെ പാടും കാണാം. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ? ഇത് സെക്കൻഡ് ഓണർ, 95,000 കിലോമീറ്റർ. 4 ടയർ പുത്തൻ പുതിയ ടയർ. കമ്പനി സർവീസ് അല്ലേ? വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ എന്നാലും പുത്തൻ ടയർ അല്ലേ? പുത്തൻ ടയർ, കരിമ്പുത്തൻ ടയർ കേട്ടോ. 4 ടയർ നമുക്ക് അറിയാം കണ്ട. ഓക്കെ. വേറെ വണ്ടി വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബ്രോ? റീപ്ലേസ് ഒന്നുമില്ല. ഈ ഗ്ലാസ്സിൽ ഒരു പൊട്ടൽ കിടപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ. LXi ആണ്. AC പോസ്റ്റും 2 ഡോർ പവർ ഉണ്ട്. അതെ. ഓക്കെ. വണ്ടി പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട്. നമുക്ക് ഏകദേശം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതെങ്ങനെ നമ്മുടെ പ്രൈസ് വരുന്നത്? നമുക്ക് 265 കൊടുക്കാം. 265 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2018 വണ്ടി അല്ലേ? 2018. ഓക്കെ. ഓൾട്ടോ എങ്ങനെയാ? ഇത് 2011 LX ആണ്. 11 LX. AC മാത്രം വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർ 73,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ അല്ലേ ബ്രോ? പക്ഷെ വണ്ടി നീറ്റ് ആണല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. മൈനൂർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ. ഡെൻ്റ് ഒന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഒരു ചെസ്റ്റ് ഒരു ചെറിയൊരു സ്ക്രാച്ചസേ ഉള്ളൂ.
ബാക്ക് സൈഡൊക്കെ നീറ്റാണ്. ടോട്ടലി നീറ്റ് വണ്ടി അല്ലേ? നല്ല വണ്ടി, നല്ല ബോഡി. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. ബോഡി നല്ല നീറ്റ് വണ്ടി, ഓടിക്കാണ് നല്ലത്. ഇത് ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് നമ്മൾ പറഞ്ഞായിരുന്നു? ഇതും സെക്കൻഡ് ഓണർ 73,000 കിലോമീറ്റർ. എ സി എല്ലാം വർക്കിംഗ് ആണ്? എ സി എല്ലാം നല്ല കൂളിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് എപ്പോഴാണ് ബ്രോ വരുന്നത്? ഇത് നമുക്ക് ഈ വർഷം 5-ാം മാസമാറ്റം വരും. 5-ാം മാസം വരുള്ളൂ. ഓക്കെ. അപ്പോൾ 2011 നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാം. 95 രൂപ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഫോർഡ് ഫിഗോ 2012 ഫോർഡ് ഫിഗോ ഡീസലാണ്. നല്ല മൈലേജ് ആണ്. നല്ല മൈലേജ്, 20 മൈൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. ഫ്രണ്ട് പുത്തൻ ടയർ ഉണ്ട്. ബാക്ക് ആവറേജ് ടയർ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? തേർഡ് ഓണർ 1.10 കിലോമീറ്റർ. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? എഞ്ചിനൊന്നും കുഴപ്പമില്ല, നല്ല വണ്ടി. ഫിഗോ ആകുമ്പോൾ ഡീസൽ നല്ല മൈലേജ് ആണ് കേട്ടോ. പക്ഷേ വണ്ടി നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ, സ്ക്രാച്ച് ആയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഓൾമോസ്റ്റ് 3 പുത്തൻ ടയറായിരുന്നു. 3 പുതിയ, ഒരെണ്ണം പഴയ, 3 പുതിയ ടയറുണ്ട്. ഓക്കെ. ഇതകത്ത് ഇന്ത്യയിലൊക്കെ നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഫിഗോയ്ക്ക് 25 കിലോമീറ്റർ. 125 അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല വണ്ടി പക്ക. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? 1.35 കൊടുക്കാം. 1.35. ഒരു രൂപ വേണമെങ്കിൽ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഷേഡ ബ്രോ നെക്സ്റ്റ് ഓൾട്ടോ എങ്ങനെയാണ്? 2010 ഓൾട്ടോ LX AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. ഓക്കെ. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്? ടെസ്റ്റ് കഴിഞ്ഞ് 2031 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡോ തേർഡോ ഓണറാണ്. കിലോമീറ്റർ 80 ഓടിയിട്ടുണ്ട് അല്ലേ? ടയർ കണ്ടീഷൻ നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. ഫ്രണ്ട് പുതിയ ടയറാണ്. ഗ്രിപ്പുണ്ട്. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് വർക്ക് ഉണ്ട്, സ്റ്റീരിയോ ഇരിപ്പുണ്ട്, AC പവർ സ്റ്റിയറിംഗ് LX വണ്ടിയാണ്. ഓക്കെ. 2010 ഓൾട്ടോ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 1.25 കൊടുക്കാം. 1.25. അപ്പോൾ നെക്സ്റ്റ് ഇന്നോവ 2014 ഇന്നോവ G4 ഫുൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? തേർഡ് ഓണർ 2,20,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണ്. ഇന്നോവ സംബന്ധിച്ച് അതൊരു ഓട്ടോ അല്ല. ഓക്കെ. കമ്പനി സർവീസ് ആണോ ബ്രോ? കമ്പനി സർവീസ്. ഓക്കെ. അലോയ്സ് ചെയ്തിട്ടുണ്ട്, ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. പക്ഷേ ബോഡി പുതിയ ടയറാണ്. ഫ്രണ്ട് പുത്തൻ ടയർ എടുക്കും. ഫ്രണ്ട് പുത്തൻ ടയർ കേട്ടോ. ബാക്ക് മാത്രം ആവറേജ് ഉള്ളൂ. ബോഡി സ്റ്റീരിയോ, ഡാഷ്ബോർഡ്, ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് നല്ല സൂപ്പർ, നല്ല ക്വാളിറ്റി സീറ്റ് വർക്കാണ് ചെയ്തിരുന്നത് അല്ലേ? അതെ. അതിനോട് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, സ്റ്റീയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്. ഇത് G4 ആണ് ബ്രോ? G4 ഡാഷ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8.5 കൊടുക്കാം. നമുക്കൊരു 6 രൂപയൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. 2012 ഓൾട്ടോ LXi AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ഓക്കെ. 2012. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാണ് ബ്രോ? തേർഡ് ഓണർ 80 ഓടിയിട്ടുള്ളൂ. ഓക്കെ. വണ്ടി കണ്ടീഷൻ ആണല്ലോ? വണ്ടി പക്ഷേ ബോഡിയൊക്കെ പക്ക അല്ലേ? നല്ല വണ്ടി. ബോഡി സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ 80% ടയർ ഉണ്ട്. ഫ്രണ്ട് പുത്തൻ ടയർ എടുത്തിട്ട് ഒരു 1000 കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുള്ളൂ. ബാക്ക് പക്ഷേ ഒരു 80% ടയർ ഉണ്ട്. 80% ബാക്കും ഉണ്ട്. വണ്ടി കൊള്ളാം കേട്ടോ. ഇന്ത്യയിലൊക്കെ സീറ്റ് നല്ല വൃത്തിയായിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് LX. ഓക്കെ. അപ്പോൾ 2012 വണ്ടി. അപ്പോൾ ഇതിൻ്റെ വില എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 1.37 പേര് മാറി കൊടുക്കാം. 1.37 കൊടുക്കാം. ബ്രോ അടുത്ത് നമ്മുടെ ടൊയോട്ട ക്യാമ്രി 2011 സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഡീസൽ അല്ലേ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. സൺറൂഫ് എല്ലാം വരുന്ന ടൈപ്പാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? ഓക്കെ. 2031 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ലക്ഷറി സെഗ്മെന്റ് എന്ന് പറയാല്ലേ? അതെ. ഓക്കെ. വണ്ടി നീറ്റാണ് കേട്ടോ. വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റ് ആയിരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്, പക്ഷേ അലോയ്സ് ഒക്കെ ഉണ്ട്, നീറ്റ് ആയിരിപ്പുണ്ട്. അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇല്ലേ ബ്രോ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ്. ടയോട്ടയുടെ ഒറിജിനൽ സീറ്റാണ് നടക്കുന്നത്, നീറ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ്, അന്ന് തന്നെ എല്ലാ പാക്ക് അന്നത്തെ ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. ഓക്കെ. അപ്പോൾ ടയോട്ട ക്യാമറി എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 390 കൊടുക്കാം. 390. അപ്പോൾ ലക്ഷറി വണ്ടി നോക്കുന്നവർക്ക് ചെറിയ പൈസയ്ക്ക് എടുക്കാം. അതെ. ബ്രോ നെക്സ്റ്റ് ഇന്നോവ 2014 ഇന്നോവ G4. 14 ഇന്നോവ G4. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? തേർഡ് ഓണർ 190. 2 ഓടിയിട്ടുണ്ട്. ഓക്കെ. കേരള വണ്ടി തന്നെയാണോ? കേരള വണ്ടിയാണ്. ഇപ്പോൾ KL 1 രജിസ്ട്രേഷൻ ഉണ്ടല്ലേ? ഓക്കെ. വണ്ടി പക്ഷേ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയുണ്ട്, വേറെ ഡെൻ്റ് ഒന്നുമില്ല, ടയർ കണ്ടീഷനും ഗുഡാണ്. ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്ററൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇരിപ്പുണ്ട്, 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് ഇങ്ങനെ വരുന്നുണ്ട്. വണ്ടി നല്ല വൃത്തിയുണ്ടല്ലേ ബ്രോ? നല്ല വണ്ടി. പക്ഷേ ചേട്ടാ ബ്രോ നമ്മുടെ ഇന്നോവയുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്?
8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ലോൺ അപ്പോൾ എത്ര കയറും? ലോൺ ഒരു 6-7 രൂപ ലോൺ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടയോട്ട ഇന്നോവ 2007 ഇന്നോവ G4 2030 വരെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ. 2027 5 മാസം 6 മാസം കൊണ്ട് ടെസ്റ്റ് വരും. ഓക്കെ. നിലവിൽ ടാക്സ് ഉണ്ട്? ടാക്സ് ഉണ്ട്. ഓക്കെ. കളർ G4 ആണോ ബ്രോ വേരിയന്റ്? G4 ആണെങ്കിൽ അലോയ്സ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ കൊണ്ടാണ്. പക്ഷെ നല്ല കളർ അല്ലേ? ബ്ലാക്ക് നല്ല നീറ്റ് ബോഡി. കുട്ടിയൊന്നും കയറിയിട്ടില്ല. വൃത്തിയായിട്ടുണ്ട് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ആയിരിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4x4 ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ബ്രോ വരുന്നത്? 3.15 കൊടുക്കാം നമുക്ക്. 3.15. ഓക്കെ. 2008 ഇന്നോവ G4 2028 വരെ പേപ്പറുണ്ട്. ഓക്കെ. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയാണ് ബ്രോ? കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ. ഓക്കെ. ഓണർഷിപ്പ് 5-6 കണ്ടായി. വണ്ടി കണ്ടീഷൻ ആണല്ലോ? എഞ്ചിനെല്ലാം പക്ക നല്ല വണ്ടി. ഇന്നോവയ്ക്കൊന്നും പ്രശ്നം വരാറില്ലല്ലേ? കാരണം സർവീസ് ആണെങ്കിൽ ചുമ്മാ ഓടി. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. വണ്ടി നീറ്റാണ് കേട്ടോ. വലിയ ഡെൻറ്റോ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ. ഇതും സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 4x4 ഉണ്ട്. പവർ G4 സെയിം എല്ലാ വേരിയന്റിനും വരുന്നത്. അപ്പോൾ ബ്രോ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇന്നോവയുടെ? ഇത് 3,80,000 രൂപയ്ക്ക് കൊടുക്കാം. 3.80. ഓക്കെ.